ശ്രീ സുധീഷ പാലോട് MLA, ബഹുമാന്യരായ സംസ്ഥാന സഹകരണ സംഘം രജിസ്ട്രാർ ശ്രീ എസ് പ്രേംകൃഷ്ണൻ IAS, ബഹുമാന്യരായ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനി, റോബർട്ട് ഓവൻ പുരസ്കാര ജേതാവ് മുൻ MLA കൂടിയായ ശ്രീ K. ചന്ദ്രൻ അവർകൾ, സഹകരണ ജനാധിപത്യ വേദിയുടെ ചെയർമാൻ ശ്രീ കരകളം കൃഷ്ണപിള്ള, കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ കൺവീനർ ശ്രീ CK ഷാജി മോഹൻ, സഹകരണ സംഘം ജോയിൻറ്റ് ഡയറക്ടർ ഓഡിറ്റ് ശ്രീ M. അബ്ദുൽ ഹലീം, മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സഹകരണ ദിന ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹകാരി സുഹൃത്തുക്കളെ, എല്ലാവർക്കും അന്താരാഷ്ട്ര സഹകരണ ദിന ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. ലോകത്താകമാനം സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനായി സഹകരണ മേഖലയുടെ ജനാധിപത്യവും സാമൂഹ്യ പ്രതിബദ്ധതയും വികസന കാഴ്ചപ്പാടും ലോകത്തിനു മുമ്പിൽ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അന്താരാഷ്ട്ര സഹകരണ ദിനം ആഘോഷിച്ചു വരുന്നത്. എല്ലാ വർഷവും ജൂലൈ ആദ്യ ശനിയാഴ്ചയാണ് ഈ ഒരു ദിനം ആഘോഷിക്കുന്നത്. ഇത്തവണ ഇത് ജൂലൈ മാസം 4-ാം തീയതിയാണ്. ഇത്തവണത്തെ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൻ്റെ തീം തന്നെ അന്താരാഷ്ട്ര സമാധാനവുമായി ബന്ധപ്പെട്ടതാണ്. കോപ്പറേറ്റീവ്സ് ഫോർ വേൾഡ് പീസ് എന്നുള്ളതാണ് ഇത്തവണത്തെ സഹകരണ ദിനത്തിൻ്റെ സന്ദേശം. ലോകത്താകമാനം യുദ്ധങ്ങളുടെ ഒരു കെടുതി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം യഥാർത്ഥത്തിൽ ഇനി യുദ്ധമുണ്ടാകുമോ എന്നൊരു സംശയം തന്നെ ഉണ്ടായിരുന്നു. കാരണം 2 ലോകമഹായുദ്ധങ്ങളും ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ നടത്തിയ അണുവിസ്ഫോടനങ്ങളുമൊക്കെ ചേർന്ന് മാനവരാശി യുദ്ധത്തിനെതിരെയുള്ളൊരു മാനസികാവസ്ഥ മാനവരാശിക്കാകമാനം ഉണ്ടാവുകയും വൻശക്തി രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ യുദ്ധമോഹത്തിൽ നിന്നും പിൻവലിയും എന്ന ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ലോകത്താകമാനം വിവിധ പ്രദേശങ്ങളിൽ യുദ്ധങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. റഷ്യ അവിടെ യുക്രൈനുമായി യുദ്ധം ചെയ്യുന്നു. അമേരിക്ക ഗൾഫ് മേഖലയിൽ തുടർച്ചയായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം ലോകത്താകമാനമുണ്ട്. അത് ലോക സമ്പദ് വ്യവസ്ഥയെയും തുടർച്ചയായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യരാശിയുടെ പുരോഗതിയെയും ബാധിക്കുന്നു. ഇതിനൊക്കെയുള്ളൊരു പരിഹാരം യഥാർത്ഥത്തിൽ മനുഷ്യരിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ആത്യന്തികമായി മനുഷ്യർ പരസ്പരം സഹകരിക്കുവാനും ലോകത്തെ ഒരു ഉൾക്കാഴ്ചയോടെ കാണുവാനും നമുക്കാകെയുള്ള ഒരു ആവാസഭൂമിയായ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയായ ഈ ഭൂമിയുടെ പ്രാധാന്യം തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ് യുദ്ധം ഉൾപ്പെടെയുള്ള മുഴുവൻ കെടുതികളിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കുവാനുള്ള ഏകമാർഗം. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ കോപ്പറേറ്റീവ്സിൻ്റെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടി നിലപാടെടുക്കുക എന്നൊരു സന്ദേശം തന്നെ ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകതയായി, ഈ ദിനത്തിൻ്റെ സന്ദേശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്താരാഷ്ട്ര സഹകരണ ദിനത്തിൽ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിലെ ഏറ്റവും മികച്ച നേതാക്കളെ സഹകരണ മന്ത്രി എന്ന നിലയിൽ അഭിസംബോധന ചെയ്യാൻ സാധിച്ചിട്ടുള്ള സന്തോഷം ഞാൻ ആദ്യം തന്നെ നിങ്ങളേവരോടും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഹകരണ മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ ഒരു മാസക്കാലം യഥാർത്ഥത്തിൽ വിവിധ തലത്തിലുള്ള പഠനവും അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളും വ്യക്തികളും ഉദ്യോഗസ്ഥരുമായിട്ടുമൊക്കെ തന്നെ ചർച്ച ചെയ്ത്
സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സാധ്യതകളും പ്രതിസന്ധികളും, ഭാവിയിൽ എങ്ങനെ സഹകരണ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന തരത്തിലുള്ള ഒരു പഠനമാണ് ഒരു സഹകരണ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. വളരെ വിശദമായ ചർച്ചകൾ വരും ദിവസങ്ങളിൽ സഹകരണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളുമായും സംഘടനകളുമായും സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിദഗ്ധരും സാധാരണക്കാരുമായ വ്യക്തികളുമായി നടത്തി കേരളത്തിൻ്റെ സഹകരണ മേഖലയ്ക്ക് കൃത്യമായൊരു ദിശാബോധം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൃത്യമായൊരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ഹ്രസ്വകാലാടിസ്ഥാനത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് സഹകരണ മന്ത്രി എന്ന നിലയിൽ എനിക്കുള്ളത് എന്ന് ഈ സഹകരണ ദിനത്തിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു സന്ദേശം വളരെ വ്യക്തമാണ്. നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ, എത്രത്തോളം മികച്ച അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും അത് നമുക്കൊരു കൂട്ടായ ചർച്ചയിലൂടെ ക്രോഡീകരിച്ച് സഹകരണ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ലക്ഷ്യം. സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഇവിടെ സഹകരണ സംഘം രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 8% മുതൽ 11% വരെ GDPക്ക് സംഭാവന ചെയ്യുന്നൊരു മേഖലയാണ് സഹകരണ മേഖല. ഏകദേശം 3.5 ലക്ഷം കോടിക്കടുത്താണ് കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ നടക്കുന്ന ബിസിനസ്. അത് ഡിപ്പോസിറ്റുകളുടെ കണക്കിലെടുത്താണെങ്കിലും ഏകദേശം 1,40,40,000 കോടിയോളം രൂപ തന്നെ കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലുണ്ട്. കേരള ബാങ്ക് നിക്ഷേപം ഏകദേശം 70,000 കോടിയാണ്. ബാക്കിയുള്ളത് വായ്പയാണ്. അപ്പോൾ ഏകദേശം 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘം രജിസ്ട്രാറുടെ കണക്ക് പ്രകാരം, ഇപ്പോൾ അവസാനം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ ഒരു അസസ്മെൻ്റ് പ്രകാരം, സഹകരണ രജിസ്ട്രാറുടെ വെബ്സൈറ്റിലെ ഒരു കണക്ക് പ്രകാരം 16,429 സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് സഹകരണ സംഘം രജിസ്ട്രാറിന് കീഴിൽ. അതിൽ പ്രവർത്തിക്കുന്നതായി ഒരു ഏകദേശ അസസ്മെൻ്റ് എടുത്തിരിക്കുന്നത് 12,000-ൽ പരം വരുന്ന സംഘങ്ങൾക്കാണ്. 12,278 അത്തരത്തിൽ നമ്മൾ അസസ് ചെയ്തിരിക്കുന്ന സംഘങ്ങൾ. ഏകദേശം 3,354 സംഘങ്ങൾ പ്രവർത്തനരഹിതമാണ്. 800-നടുത്ത് സംഘങ്ങൾ ലിക്വിഡേഷന് വിധേയമാകാൻ വേണ്ടി നിൽക്കുന്നതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുമായ കാര്യങ്ങളാണ്. 20,000-ൽ പരം സംഘങ്ങളുണ്ട് എന്നത് ഏകദേശം ഒരു അസംഷൻ മാത്രമാണ്. നിലവിൽ ഈ പറഞ്ഞതുപോലെ ഒരു 17,000-നടുത്താണ് നമ്മുടെ മുമ്പിലുള്ള കണക്ക്. 13,000-നടുത്ത് മാത്രമേ പ്രവർത്തിക്കുന്നതായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും എണ്ണമുള്ള നമ്മുടെ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ, കൂടുതൽ ശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനയാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോയതെന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അപ്പോൾ നിലവിൽ നടത്തിയ സേവനങ്ങൾ വളരെ ശക്തമാണ്, വളരെയധികം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ സഹകരണ മേഖല ആകമാനം ഒരു പ്രതിസന്ധിയിലാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണെന്നൊരു സന്ദേശം കൊടുക്കുന്നത് തന്നെ തെറ്റുമാണ്. കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങളും തകർച്ചയാണെന്നും, അല്ലെങ്കിൽ കേരളത്തിലെ സഹകരണ മേഖല മുഴുവൻ അഴിമതിയാണെന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്നത് തന്നെ ഈ മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അപരാധമാണ് എന്ന തിരിച്ചറിവ് സഹകരണ മന്ത്രി എന്നതിൽ എനിക്കുണ്ട് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ പുഴുക്കുത്തുകളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞാൻ നേരിട്ട ഏറ്റവും ഹൃദയഭേദകമായ സംഭവവികാസങ്ങൾ എന്നത് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന മനുഷ്യരുടെ
ജപ്തി ഭീഷണി നേരിടുന്ന ആളുകൾ. അപ്പോൾ എന്നോട് വന്ന് സംസാരിച്ചവരോട് ഞാൻ പറഞ്ഞു, പലരോടും ഞാൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ സഹകരണ പ്രസ്ഥാനങ്ങൾ നിക്ഷേപകർ കൊണ്ട് പ്രസ്ഥാനങ്ങളിൽ നിക്ഷേപിക്കുന്ന പണമാണ് നിങ്ങൾക്ക് വായ്പയായി വന്നു നിൽക്കുന്ന മനുഷ്യർ തിരിച്ചടയ്ക്കേണ്ട ഉത്തരവാദിത്തമുള്ള കുടുംബനാഥൻ മരണമടഞ്ഞു പോയവർ, ഗുരുതരമായ രോഗം ബാധിച്ച് തുടർച്ചയായ ഡയാലിസിസും ക്യാൻസറും അതുപോലുള്ള മാരക രോഗങ്ങളും ബാധിച്ചൊരു നിവൃത്തിയുമില്ലാത്തവർ, മാതാപിതാക്കൾ മരണമടഞ്ഞ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ വിവിധ തലങ്ങളിൽ അവർ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ തന്നെ കഴിഞ്ഞ സമാനതകളില്ലാത്ത പ്രതിസന്ധികളാണ് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സുനാമിയുടെ കാലഘട്ടത്തിൽ, പിന്നെ കരുനാഗപ്പള്ളി, നമ്മുടെ കൊല്ലം പ്രദേശങ്ങളിലൊക്കെ സുനാമി ഉണ്ടായ കാലഘട്ടത്തെക്കുറിച്ച് വന്ന് പറഞ്ഞ സംഘങ്ങളുണ്ട്. അതെങ്ങനെയാണ് സംഘങ്ങളെ പ്രതിസന്ധിയാക്കിയത് എന്ന് സംസാരിച്ചു. കോവിഡ് കാലഘട്ടത്തിലുണ്ടായ പ്രതിസന്ധി, പ്രളയം, അങ്ങനെ നിരവധി പ്രതിസന്ധികൾ സംസാരിക്കുകയുണ്ടായി. കേരള ബാങ്ക്, കാർഷിക വികസന ബാങ്ക്, അങ്ങനെ നിരവധി സംഘങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഇതെല്ലാം തന്നെ സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ ചർച്ചകളും നടന്നു വരികയാണ്. ആദ്യഘട്ടത്തിൽ ചില നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഇപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചൊരു പദ്ധതി ആശ്വാസ് എന്ന് പറയുന്ന വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രോഗ്രാമാണ്. ആശ്വാസ് എന്ന വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രോഗ്രാം പ്രഖ്യാപിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലാഭത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘത്തിൻ്റെ സഹകാരി നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമുക്ക് അത്തരം ഒരു വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രഖ്യാപിക്കുന്നത് നല്ലതാണ്. വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രഖ്യാപിക്കുന്നത് നല്ലതാണ് എന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കിട്ടാക്കിടമായി നിൽക്കുന്ന പണം നമുക്ക് ശരിയായ രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു ശതമാനം തുക നമുക്ക് ലഭിക്കും. സംഘത്തിൻ്റെ ബാലൻസ് ഷീറ്റിനെ അത് പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. 6 വർഷത്തിൽ കൂടുതൽ കിട്ടാക്കടമായി കിട്ടുന്ന, അല്ലെങ്കിൽ ലോൺ കുടിശ്ശിയായി കിടന്നു കഴിഞ്ഞാൽ റിസർവായി കാണിക്കേണ്ടി വരുന്നത് ഈ തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പലിശയും കാണിക്കേണ്ടി വരുന്നു. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ ബാലൻസ് ഷീറ്റിനെ ബാധിക്കുന്നുണ്ട്, നഷ്ടത്തിലാണെന്നുള്ള കണക്ക് പുറത്തു വരുന്നുണ്ട്, സംഘത്തിൻ്റെ മൊത്തം പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതൊരർത്ഥത്തിൽ ഗുണമാണ്. കിട്ടാതെ കിടക്കുന്ന തുക വലിയൊരു ശതമാനം തിരികെ ലഭിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന് ശ്രമിക്കുകയുണ്ടായി. നിരവധി മനുഷ്യരെ സംബന്ധിച്ച്, ലോൺ എടുത്ത് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളെ സംബന്ധിച്ച് അവർക്കും ഒരു അവസരമാണ്. വന്ന് സംസാരിച്ച് അർഹമായ ഒരു പലിശ സമ്പൂർണ്ണമായി ഒഴിവാകുകയും പലിശ ഇളവ് മാന്യമായി ലഭിക്കുകയും ചെയ്താൽ അവരിൽ പലർക്കും ഈ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്ന നിർദ്ദേശം ഉയർന്നു വരികയുണ്ടായി. അങ്ങനെയാണ് അടുത്ത 3 മാസക്കാലത്തേക്കുള്ള ആശ്വാസ് എന്ന വൺ ടൈം സെറ്റിൽമെൻറ്റ് സ്കീം പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം അതാണ്. പക്ഷേ ഈ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവും കണ്ടുവരുന്ന ഒരു പ്രവണത, വിവിധ സ്ഥലങ്ങളിൽ വളരെ നന്നായിട്ട് മികച്ച രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘങ്ങളുണ്ട്. എനിക്കറിയാവുന്ന നിരവധി പ്രദേശങ്ങളിൽ ഉടൻ തന്നെ കുടിശ്ശികക്കാരുടെ ലിസ്റ്റ് എടുത്തു, അവർക്കെല്ലാം നോട്ടീസ് അയച്ചു, സംഘത്തിലേക്ക് വിളിച്ചു വരുത്തി, കിട്ടാവുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, സംഘത്തിൻ്റെ സാമ്പത്തിക നിലവിലനുസരിച്ച് ഞങ്ങൾക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തി. ആളുകൾ നല്ല രീതിയിൽ പ്രതികരിച്ച് വളരെയധികം നന്നായി അതിനോട് പ്രതികരിച്ചു. എന്നാൽ ചില സ്ഥലങ്ങളിൽ എന്നെ കാണാൻ വന്ന നിരവധി മനുഷ്യർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിച്ച സ്ത്രീകളുണ്ട്. ചെല്ലുമ്പോൾ ഒരു സംഘം സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു അപേക്ഷ വാങ്ങി അവർക്കൊരു രസീത് കൊടുത്ത് അതിൽ എത്ര രൂപ അവർക്ക് ആനുകൂല്യമായി കൊടുക്കാൻ പറ്റും എന്ന് കൃത്യമായ ഫോർമാറ്റിൽ പൂരിപ്പിച്ച് കൊടുത്ത്, ഇത് നിങ്ങൾ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ സംഘത്തിന് ഇത് മാത്രമാണ് മാർഗം എന്ന് പറയുന്നതിന് പകരം അവിടെ വന്നു ചേരുന്നവർ ഭിക്ഷാടകരാണ് എന്ന തരത്തിൽ അവരോട് ക്രൂരമായി പെരുമാറുന്നതിനെ കുറിച്ചുള്ള വിവിധ സംഭവവികാസങ്ങൾ മനസ്സിലാക്കിയുണ്ടായി. ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമേ അല്ല, അങ്ങനെ പല ഉത്തരവും വരും, ഞങ്ങൾ ഉടൻ തന്നെ ജപ്തി ചെയ്യും, ഞങ്ങൾ ഉടൻ തന്നെ ലേലം ചെയ്യും എന്ന് പറയുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി.
സഹകരണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർ, അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവിടെ സ്ഥലത്ത് ചെന്നിട്ട് സ്ത്രീകൾ മാത്രമല്ല, എനിക്ക് എൻ്റെ മുമ്പിൽ വന്ന ഒരു കേസിലൊക്കെ തന്നെ മാതാപിതാക്കൾ മരിച്ചുപോയി, പെൺകുട്ടികൾ മാത്രമുള്ളൊരു കുടുംബത്തിലെ പെൺകുട്ടികൾ വന്ന് പറഞ്ഞ് അവിടെ വന്നിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്, ഇപ്പോൾ ഇറക്കി വിട്ടുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അത്തരം സംഭവവികാസങ്ങളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഒരിക്കൽ കൂടി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇത് സംഘങ്ങൾക്കും ഗുണം ചെയ്യണം, അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്കും ഗുണം ചെയ്യണം. അപ്പം അതിനൊരു ചട്ടക്കൂടുണ്ടാകണം. എല്ലാ ജോയിൻ്റ് രജിസ്ട്രാർമാർക്കും നമ്മൾ നിർദ്ദേശം നൽകി. കൃത്യമായി ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ള വിവരം എല്ലാ സംഘങ്ങളും അത് വിവരം ജനങ്ങൾക്ക് നൽകണം. വരുന്ന ആളുകളോട് മാന്യമായി പെരുമാറണം. വരുന്ന അപേക്ഷകൾ മുഴുവൻ വാങ്ങി അതിലൊരു രജിസ്റ്ററിൽ ഉൾപ്പെടുത്തണം. അതിൻ്റെ ഒരു രസീത് നൽകണം. ഇത്ര മാത്രമേ തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നതൊരു കൃത്യമായ ഒരു ഫോർമാറ്റിൽ അത് കൊടുക്കണം. അല്ലാതെ തുണ്ടുപേപ്പറിൽ കുറിച്ച് കൊടുത്താൽ പോരാ. തുണ്ടുപേപ്പറിൽ കുറിച്ച് കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹകാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സഹകാരികൾ, സാധാരണക്കാരായ മനുഷ്യർ ഇപ്പോൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ വാർത്തകളാണ് പലരും വായിച്ചുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അപ്പോൾ തുണ്ടുപേപ്പറിൽ കുറിച്ച് കിടക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇത് സർക്കാർ കൊടുത്തിരിക്കും, സർക്കാർ ഒരു വലിയ സഹായം കൊടുത്തിട്ടുണ്ട്, ഇത് ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് അടിച്ചെടുക്കുകയാണ്, എന്നിട്ട് ഞങ്ങൾക്ക് ആനുകൂല്യം തരാതെ ഇവരെ ഞങ്ങളെ പറഞ്ഞു വിടുകയാണെന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായ അപേക്ഷ സ്വീകരിക്കുക. എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് എന്ന് ഫോർമാറ്റിൽ തന്നെ അവരെ അറിയിക്കുക. അവരോട് മാന്യമായി സംസാരിക്കുക, മനുഷ്യത്വത്തോടെ സംസാരിക്കുക. അടുത്ത 3 മാസക്കാലം നിങ്ങൾക്കിതൊരു അവസരമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തി കുടിശ്ശിക പിരിച്ചെടുത്താൽ തീർച്ചയായും ഈ പദ്ധതി ജനങ്ങൾക്കും പ്രയോജനപ്പെടും, അതോടൊപ്പം തന്നെ സംഘങ്ങൾക്കും പ്രയോജനപ്പെടും. പലപ്പോഴും നമ്മുടെ സെയിൽ ഓഫീസർമാരായിട്ട് നിയമിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകളെല്ലാം നോക്കി. ഈ അവാർഡിനെല്ലാം ഒറ്റ സ്വഭാവമാണ്, ഒരേ അതിൽ അച്ചടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ ഇന്ന ഇത് കാരണങ്ങളാൽ നിങ്ങൾക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ, ഇത്ര രൂപ ഒറ്റയടിക്ക് അടിക്കണം. ഒരു ആർബിട്രേറ്റർക്ക് ഇത് മാത്രമാണോ അധികാരമുള്ളത്? ആർബിട്രേറ്ററെ ഒരു സംഘം നിയോഗിക്കുമ്പോൾ സംഘത്തിൻ്റെ ഭാഗവും വായ്പാക്കാരൻ്റെ ഭാഗവും ഒരുമിച്ച് കേട്ട് ന്യായമായ കാര്യങ്ങൾ മനസ്സിലാക്കി തവണകളാക്കി കൊടുക്കാനുള്ള അധികാരം യഥാർത്ഥത്തിൽ സെയിൽ ഓഫീസർക്കുണ്ട്. ഈ തവണകൾ മുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന അവാർഡ് നിലവിൽ വരുമെന്ന രീതിയിൽ ഒരു കണ്ടീഷൻ കൂടി ഉൾപ്പെടുത്തി കൊടുത്താൽ ഇവിടെ ഒരു സംഭവവും നടക്കില്ല, ഒരു പ്രശ്നവും ഉണ്ടായില്ല. അതിന് പകരം സംഭവിക്കുന്ന ഒരു കാര്യം, ആളുകൾ ഇത്തരത്തിൽ നിരാശരായ അവർ കോടതിയെ സമീപിക്കും. അഭിഭാഷകർക്ക് 50,000 1 ലക്ഷം രൂപയോ കൊടുക്കും. ഹൈക്കോടതിയിൽ നിന്ന് തവണകളാക്കി കഴിയുമ്പോൾ നമ്മുടെ സംഘങ്ങൾ അതിനെ അംഗീകരിക്കും. അതിന് പകരം ഒരു സംവിധാനത്തിൽ വളരെ കൃത്യമായി അവരോട് സംസാരിച്ച് തവണകൾ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തവണകളാക്കി കൊടുത്ത് ആ ജനങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായി ഇടപെട്ട് നമ്മുടെ സംഘങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൂടെ? ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സഹകരണ മന്ത്രി എന്ന നിലയിൽ ആദ്യ 1 മാസം തന്നെ ജനങ്ങൾ എന്നോട് വന്ന് സംസാരിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൂടി ഒരു ധാരണ, ഇതാണ് ജനങ്ങളുടെ ധാരണ എന്നതിനെക്കുറിച്ചൊരു സൂചന നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. നമുക്ക് ഓഗസ്റ്റ് 31 വരെ സമയമുണ്ട്. ഈ ഒരു പദ്ധതിയെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്തി സംഘങ്ങളുടെ കുടിശ്ശിക തീർക്കാനുള്ള ശ്രമം ഉണ്ടാകണം. അതിൽ 2 തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യത്വപരമായ സമീപനമാണ്. വരുന്ന ആളുകളോട് ഏറ്റവും മനുഷ്യത്വപരമായി പെരുമാറുകയും വളരെ കൃത്യമായ രീതിയിൽ ഇടപെടുകയും ചെയ്താൽ ഈ 3 മാസക്കാലം കൊണ്ട് കിട്ടാക്കടമായി നിൽക്കുന്ന കുടിശ്ശിക നിൽക്കുന്ന വലിയൊരു തുക നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഒരു കാര്യം വളരെ കൃത്യമാണ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും റീപേയ്മെൻറ്റ് കൾച്ചർ കുറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം എന്നത് ഒരു കണക്ക് നിലവിലുണ്ട്. നമ്മുടെ റീപേയ്മെൻറ്റ് കൾച്ചർ പണ്ട് 38% വരെ ആയിരുന്നു ഈ തിരിച്ചടവിലെ ഉണ്ടായിരുന്ന മുടക്കം. ഇപ്പോൾ അത് ഏറ്റവും അവസാനം ഒരു 9% വരെ ആയിട്ടുണ്ട്. എങ്കിലും ദേശീയ ശരാശരി 2.5% നമ്മുടെ സംസ്ഥാനത്ത് പണം തിരിച്ചടയ്ക്കുന്നതിനുള്ള മുടക്കത്തിൻ്റെ ശതമാനം 9% നിൽക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് ഗുണകരമല്ല എന്നത് വളരെ കൃത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധയിൽപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ, ഇപ്പോൾ റിസ്ക് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വന്ന അപേക്ഷകളിൽ ബഹുഭൂരിപക്ഷവും റിസ്ക് ഫണ്ടിൽ നമുക്ക് തീരുമാനങ്ങൾ ജനങ്ങളെ സഹായിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അതിൽ നിലവിലിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. 6 മാസം വരെ കുടിശ്ശിക ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഫണ്ടിൻ്റെ ആനുകൂല്യങ്ങൾ നൽകാനായിട്ട് സാധിക്കുകയില്ല.
റിസ്ക് ഫണ്ട് ആനുകൂല്യത്തിൽ സാധിക്കാത്തത് കൊണ്ട് ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടില്ല. അപ്പം മാരക രോഗം ബാധിക്കുന്ന ഒരാൾക്ക് കുടിശ്ശികയിലായിരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കുടുംബത്തിന് വളരെ കുറേ കാലമേ പ്രതിസന്ധി നേരിടുന്ന ഒരു കുടുംബത്തിൽ കുടിശ്ശിക ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ കുടിശ്ശിക ഉണ്ടാകുമ്പോൾ റിസ്ക് ഫണ്ടിന് ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ കാര്യമല്ല. സർക്കാർ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. കുടിശ്ശിക ഉണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് എങ്ങനെ നമുക്ക് പണം തിരികെ കൊടുക്കാൻ സാധിക്കും? നിലവിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നിക്ഷേപകരുടെ പണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടി സ്കീം. 8,000-ൽ പരം സംഘങ്ങൾ, വായ്പയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 8,000-ൽ പരം സംഘങ്ങൾ ഉള്ളതിൽ 4,000-ൽ പരം സംഘങ്ങൾ മാത്രമാണ് ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടി സ്കീമിൽ ചേർന്നിരിക്കുന്നത്. ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടി സ്കീമിൽ 4,000-ൽ പരം അംഗങ്ങൾ ചേരുന്നു എന്ന് പറഞ്ഞാൽ 4,000-ലധികം സംഘങ്ങൾ നിലവിൽ ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടി സ്കീമിൽ അംഗങ്ങളല്ല എന്നാണ് അർത്ഥം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? സർക്കാർ അടിയന്തരമായി കണക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടി സ്കീമിൽ ചേരാത്ത സംഘങ്ങളെ കുറിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ഞാൻ ഈ സഹകാരികളുടെ സംഘത്തെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിർബന്ധമായി ആ സ്കീമിൽ നമുക്ക് ചേരണം. എല്ലാ സംഘങ്ങളും ചേരണം, എല്ലാവരും അതിൽ ചേരണം. അപ്പം ചേർന്ന് കഴിഞ്ഞാൽ പ്രയോജനം കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിലവിലുണ്ട്. നിലവിൽ 315 കോടിയോളം രൂപ ഈ സ്കീമിലുണ്ട്. പക്ഷേ 315 കോടി രൂപയിൽ വിതരണം നടത്തണമെന്നുണ്ടെങ്കിൽ സംഘങ്ങൾ ലിക്വിഡേഷന് വിധേയമാകണം. ലിക്വിഡേഷനിലായ സംഘങ്ങൾക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് ഒരു തെറ്റായ അല്ലെങ്കിൽ പ്രായോഗികമല്ലാത്തൊരു സമീപനമായതിനാൽ ആ കാര്യത്തിലും ഭേദഗതി നടത്തി പ്രതിസന്ധിയിലാകുന്ന സംഘങ്ങൾക്ക് അതിൻ്റെ സഹായങ്ങൾ നൽകുന്നതിനെക്കുറിച്ചുള്ള തീരുമാനവും ഈ 100 ദിന കർമ്മ പരിപാടിയിൽ തന്നെ ഉൾപ്പെടുത്തി പരിഹരിച്ചു പോകണം എന്ന ഒരു തീരുമാനം ഉണ്ട് എന്ന വിവരം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം സഹകരണ സംഘത്തിലെ അംഗങ്ങൾ, നിങ്ങളെല്ലാം തന്നെ സഹകരണ സംഘ അംഗങ്ങൾ കൂടിയാണ്. സഹകരണ സംഘ അംഗങ്ങളുടെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ ഏകദേശം 1000-ൽ പരം അപേക്ഷകൾ നിലവിൽ പെൻഡിംഗ് ആണ്. ഈ റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് 50,000 രൂപ വരെ നമുക്ക് സഹായം നൽകാൻ സാധിക്കും. പക്ഷേ ആ പണം വിതരണം ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. 1000-ൽ പരം അപേക്ഷകൾ നിലവിൽ പെൻഡിംഗ് ആണ്. അതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നില്ല. സംഘങ്ങൾ മുഖാന്തരം മാരകമായ അസുഖം ബാധിച്ചവർക്കൊക്കെ കിട്ടാവുന്ന സഹായം, ആ കാര്യങ്ങളിലെയും തടസ്സങ്ങൾ നീക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ പെൻഡിംഗ് ആപ്ലിക്കേഷൻ സമ്പൂർണ്ണമായി തീർത്ത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും എന്ന വിവരം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി പദ്ധതി, ഇപ്പോൾ കെയർ ഹോംസ് പോലെയുള്ള പദ്ധതികളുണ്ട്. അതും ഭവന നിർമ്മാണ പദ്ധതികൾക്കുൾപ്പെടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഗവൺമെൻറ് ആ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു സമീപനത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം, വിവിധ സംഘങ്ങൾ വന്ന റിവൈവൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപേക്ഷകൾ നൽകുന്നുണ്ട്. റിവൈവൽ ഫണ്ട് സഹകരണ സംഘം രജിസ്ട്രാർ മുഖാന്തരം ഇപ്പോൾ കഴിഞ്ഞ തവണ കുറേ സംഘങ്ങൾക്ക് റിവൈവൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ റിവൈവൽ ഫണ്ടിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? പ്രതിസന്ധിയിലാകുന്ന സംഘങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നാണ് ഉദ്ദേശം. അത് ഡിപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു ആനുകൂല്യം കൂടിയാണ്. കാരണം സംഘങ്ങൾ തകർന്നു പോകുമ്പോൾ, പലവിധ കാരണങ്ങൾ കൊണ്ട് തകർന്നു പോകുമ്പോൾ, അത്തരത്തിൽ ദോഷമനുഭവിക്കുന്ന ഡിപ്പോസിറ്റേഴ്സിന് സംഘങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് കഴിഞ്ഞാൽ ആ പണം തിരികെ ലഭിക്കും എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്ന ലക്ഷ്യം കൂടി അതിനകത്തുണ്ട്. ഒന്ന്, സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുക, 2, ഡിപ്പോസിറ്റേഴ്സിനെ സഹായിക്കുക. പക്ഷെ അതിൽ നമുക്ക് ജാഗ്രത പുലർത്തിയേ മതിയാകും. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഈ റിവൈവൽ ഫണ്ട് വീണ്ടും ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കുന്നത് പോലെയാണെന്ന കാര്യത്തിലും സർക്കാരിന് സംശയമില്ല എന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റിവൈവൽ പ്ലാൻ എന്നത്, റിവൈവൽ ഫണ്ട് നൽകണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ വേണം. ഒന്ന്, റിവൈവൽ പ്ലാൻ ശക്തമായിരിക്കണം. പ്രതിസന്ധിയിലായിരിക്കുന്ന സംഘങ്ങളെ സംബന്ധിച്ച് പുനരുജ്ജീവനത്തിന് ഉതകുമെന്ന തരത്തിലുള്ള ഏറ്റവും പ്രൊഫഷണലായ റിവൈവൽ പ്ലാൻ ആയിരിക്കണം സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടേണ്ടത്. വിവിധ സാങ്കേതികമായ കാരണങ്ങളാൽ ഇപ്പം ലോൺ തിരിച്ചടവ് ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, വിവിധ പ്രകൃതിക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതിലേക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നിമിത്തം ലോൺ തിരിച്ചടവ് മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിൽ മുടങ്ങുണ്ടാവുകയും അത് സംഘങ്ങളെ പ്രതിസന്ധിയിലാഴ്ത്തുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുകയും
ആ അഴിമതി നടത്തിയിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമെതിരെ ഒരു നടപടിയും സ്വീകരിക്കപ്പെടാതിരിക്കുകയും അവർ അനധികൃതമായി നേടിയെടുത്ത സ്വത്തുക്കൾ അവരുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കുകയും ചെയ്യുമ്പോൾ ആ സംഘങ്ങൾക്ക് വീണ്ടും റിവൈവൽ പ്ലാൻ കൊടുക്കണം എന്ന് പറയുന്നത് ലോജിക്കുണ്ടോ? ജനങ്ങൾ അതിനെ അംഗീകരിക്കുമോ? അപ്പൊ അതുകൊണ്ട് ഇത്തരം അഴിമതി നടന്നിട്ടുള്ള പ്രവർത്തിക്കുന്ന സംഘങ്ങളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ ഉദ്യോഗസ്ഥർ, ഭരണസമിതി അംഗങ്ങളാണെങ്കിൽ ഭരണസമിതി അംഗങ്ങൾ, അവരിൽ സർചാർജ് ചുമർത്തി അവരിൽ നിന്നും ഈ പണം ഈടാക്കാനുള്ള നടപടികൾ കൂടി ശക്തിപ്പെടുത്തും എന്ന വിവരം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഈ മേഖലയോടുള്ള വിശ്വാസ്യത വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ റിവൈവൽ പ്ലാൻ തീർച്ചയായിട്ടും ഉണ്ടാകും. നബാർഡുമായിട്ട് സംസാരിക്കുന്നുണ്ട്, NCBC ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രതിസന്ധിയിലായിരിക്കുന്ന കേരളത്തിൻ്റെ സഹകരണ മേഖലയിൽ പരമാവധി സഹായം എത്തിച്ച് സംഘങ്ങളെ റിവൈവ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ സംഘങ്ങൾക്ക് ആവശ്യമായ മറ്റ് പിന്തുണ നൽകാനും സർക്കാരിൻ്റെ ഭാഗത്ത് ശ്രമം ഉണ്ടാകുമെന്നതോടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ മേഖലകൾ കൂടി ശക്തമായ ഒരു ആക്ഷൻ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട കണക്കുൾപ്പെടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും രജിസ്ട്രാറും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞാൻ ഈ കാര്യത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അത് കക്ഷി രാഷ്ട്രീയമില്ല. ഇപ്പോൾ അഴിമതി നടത്തുന്നതിന് കക്ഷി രാഷ്ട്രീയത്തിനുണ്ടോ? രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ്. അതൊക്കെ വ്യക്തികളുടെ കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പൊതു തീരുമാനപ്രകാരമൊന്നുമല്ല പലപ്പോഴും നടത്തുന്നത്. വ്യക്തികളുടെ സ്വാർത്ഥത, വ്യക്തികളുടെ ഇത്തരത്തിലുള്ള മനോഭാവം, ഇതൊക്കെയാണ് പലപ്പോഴും നടപടികൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അജ്ഞത, സഹകരണ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന തലപ്പത്തിരിക്കുന്ന പലരും ഇതിനെക്കുറിച്ച് നിയമങ്ങളെക്കുറിച്ചോ ഓഡിറ്റിനെക്കുറിച്ചോ നിക്ഷേപത്തെക്കുറിച്ചോ ഒരു ധാരണയുമില്ലാതെ പലപ്പോഴും അവരെ വഴിതെറ്റിക്കുന്ന വ്യക്തികൾ പറയുന്നതിന് താഴെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്കതിൽ കൂടുതൽ പഠനങ്ങളും ആവശ്യമാണ്. അപ്പം എന്തായാലും നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത അരക്കിട്ടുറപ്പിക്കണം. ഞാൻ വീണ്ടെടുക്കണമെന്നൊരു പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം വീണ്ടെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നഷ്ടപ്പെട്ടു പോയി എന്നാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു സൂചന പോലും പ്രസക്തിയില്ല. ആയിരക്കണക്കിന് സംഘങ്ങളിൽ ചുരുക്കം ചില ആളുകൾ മാത്രം തട്ടിപ്പ് നടത്തി എന്നതുകൊണ്ട് ഈ ബാക്കിയുള്ള മേഖല മുഴുവൻ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞതിൽ ഒരർത്ഥവുമില്ല. പക്ഷെ നമുക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന അവിശ്വാസത്തെ നമുക്ക് പരിഹരിക്കണം. ജനങ്ങളുടെ പണത്തെ നമുക്ക് തിരികെ കൊടുക്കണം. അങ്ങനെ വീണ്ടും വീണ്ടും ആളുകൾ കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണം. തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്തിയെടുക്കേണ്ടതുണ്ട്. പ്രാഥമിക സംഘങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങളുണ്ട്. എനിക്കറിയാം, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പല സപ്പോർട്ടുകളും ഇന്നില്ല, പല സഹായങ്ങളും നിലവിലില്ല. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ പലപ്പോഴും അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സപ്പോർട്ട്, കുറ്റപ്പെടുത്തലുകൾ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധികളിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി തീർച്ചയായിട്ടും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുണ്ട്. സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ ഉറപ്പു നൽകുന്നു, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആലോചിച്ച് കൂട്ടായി ഈ പ്രതിസന്ധിയെ നമുക്ക് പരിഹരിക്കാം. കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. സഹകരണ പ്രസ്ഥാനം എന്നത് പിടിച്ചെടുക്കേണ്ട ഒരു സ്ഥലമല്ല. അങ്ങനെ പിടിച്ചെടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളുമില്ല. നമുക്കിവിടുത്തെ ജനാധിപത്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. സഹകരണ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സഹകരണ പ്രസ്ഥാനങ്ങളിൽ സമാധാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട്, പുതിയ തലമുറയെ ഉൾപ്പെടെ സഹകരണ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വേരുകൾ കേരളത്തിലാകമാനം പടർത്തുകയും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയുമാണ് നമുക്കെല്ലാവർക്കും ചേർന്ന് ചെയ്യേണ്ടത്. ഇത്തവണത്തെ ബജറ്റിൽ പബ്ലിക് കോപ്പറേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് പണവും വകയിരുത്തിയിട്ടുണ്ട്. പബ്ലിക് കോപ്പറേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്നതിൻ്റെ ആശയം തന്നെ പൊതുമേഖലയും സർക്കാരും നിക്ഷേപം നടത്താൻ താല്പര്യമുള്ള സഹകരണ പ്രസ്ഥാനങ്ങളും ചേർന്ന് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ്. നേരത്തെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണെങ്കിൽ പബ്ലിക് കോപ്പറേറ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന തരത്തിലുള്ള ഒരു ആശയമാണ് പറയുന്നത്. വിജയിച്ച നിരവധി സഹകരണ പ്രസ്ഥാനങ്ങളുടെ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് തീർച്ചയായും സർക്കാരുമായി ചേർന്ന് നിങ്ങളുടെ സമ്പത്തിനെ സുരക്ഷിതമാക്കിക്കൊണ്ട് അതിന് അർഹമാകുന്ന ലാഭവിഹിതം ലഭ്യമാകുന്ന തരത്തിൽ നിങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്ന തരത്തിൽ സർക്കാരിൻ്റെ ഈ ഇനിഷ്യേറ്റീവുമായി
പങ്കാളികളാകാം എന്ന കാര്യം കൂടി ഞാനിവിടെ പ്രഖ്യാപിക്കാൻ, ഇവിടെ നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പബ്ലിക് കോപ്പറേറ്റീവ് പാർട്ടിസിപ്പേഷനിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, ഒരു കാഴ്ചപ്പാട് പങ്കുവെക്കുക മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും നിരവധി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ട് എന്ന് എനിക്കറിയാം. ജീവനക്കാർ സാറിൻ്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കടക്കുന്നത് ഈ ചടങ്ങിൻ്റെ ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു നിമിഷത്തിലേക്കാണ്. സഹകരണ മേഖലയിൽ തങ്ങളുടെ വിയർപ്പും കഠിനാധ്വാനവും കൊണ്ട് ചരിത്രപരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച പ്രതിഭകളെയും പ്രസ്ഥാനങ്ങളെയും ആദരിക്കുന്ന അവാർഡ് വിതരണ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. കേരളത്തിൻ്റെ സ്വന്തം സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ലിജു അവർകൾ തന്നെ ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നു എന്നത് ഈ അവാർഡുകളുടെ തിളക്കം ഇരട്ടിയാക്കുന്നു. നമുക്ക് ആദ്യത്തെ പുരസ്കാരത്തിലേക്ക് കടക്കാം. അവാർഡിന് അർഹരായ എല്ലാ സഹകാരികളും വേദിയുടെ അരികിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി അർബൻ സഹകരണ ബാങ്ക്
മൊബൈലൊന്ന് മാറി ഒന്ന് മാറി നിൽക്കാൻ